എനിക്ക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡിനാണ് നേരെ ഓപ്പോസിറ്റും. മൂപ്പർക്ക് തലശ്ശേരി ബിരിയാണി മാത്രമേ ഇഷ്ടപ്പെടുക. എനിക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നുമ്പോൾ ഞാനിപ്പോൾ വാങ്ങലാട്ടോ പതിവ്. പക്ഷേ ഇന്ന് ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയേ, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1/2 കിലോ ചിക്കനിലേക്ക് 2 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 3 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അത് 1/2 കിലോ തന്നെ അരി ബസ്മതി റൈസും എടുത്ത് കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചധികം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച ശേഷം നമുക്കിതാ ഉള്ളി നല്ല പോലെ വാട്ടിയെടുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇടുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, പുതിനയില ഇടുന്നുണ്ട്. അതേ എണ്ണയിലേക്ക് തന്നെ മുളക് പൊടി, കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയിൽ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാൻ മറന്നു കേട്ടോ. അത് തക്കാളിക്ക് മുമ്പാണ് ചേർക്കേണ്ടത്. അത് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാട്ടോ. അതും കൂടെ ചേർക്കാം. പിന്നെ പച്ചമുളക് ചേർക്കാം, തൈര് ചേർക്കാം. എല്ലാം കൂടെ നല്ലപോലെ വഴറ്റി ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. അതൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയണം കേട്ടോ. എന്നിട്ടേ ചിക്കൻ ഇടാൻ പാടുള്ളേ. എന്നിട്ട് അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അതൊരു 60% വെന്താൽ മതി. പിന്നെ അതിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കാം. അപ്പോൾ നമുക്ക് 1 കപ്പ് അരിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ അരിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്തിട്ട് ഫ്രഷ് ആയിട്ടുള്ള മല്ലി, പുതിനയില ചേർത്ത് 1 സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും ഇത് അടിപൊളിയായിട്ട് നമ്മളെ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, റൈസും കറക്റ്റായി, ചിക്കനും കറക്റ്റായിട്ടുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.